വേഗതയേറിയ ലോകത്ത് നമ്മൾ മുഴുവനായി തിരക്കിലായിരിക്കുന്നു. ജോലി, പഠനം, ഫോണുകൾ, സോഷ്യൽ മീഡിയ എല്ലാം. എന്നാൽ ഈ ശബ്ദങ്ങളുടെ ഇടയിൽ ശാന്തമായി ഒറ്റയ്ക്കായി കാത്തിരിക്കുന്ന ഒരു ശബ്ദം നമ്മൾ കാണാതെ പോകുന്നു. അതാണ് ദൈവവചനം, ബൈബിൾ. ഒരിടത്ത് നമുക്ക് ദിശയും സത്യവും നൽകിയ പുസ്തകം ഇന്ന് പലരും തുറക്കുക കൂടിയില്ല. ഈ നാടകം നമ്മുടെ ആ ജീവിതം കാണിക്കുന്ന ഒരു കണ്ണാടിയാണ്. നമ്മൾ ബൈബിളിനെ എങ്ങനെ അവഗണിക്കുന്നു തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ നിമിഷങ്ങൾ ചോദിക്കാം. ഞങ്ങൾ ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? സഭാപ്രസംഗി 12:1 നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും ചെയ്യും. യാക്കോബ് 1:22 എങ്കിലും എന്റെ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ശപിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ. പത്രോസ് 5:8 ഉണർന്നിരിപ്പിൻ, നിങ്ങൾ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടൊന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. സൂയിസൈഡ് മാത്രമേ എൻ്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉള്ളൂ. മത്തായി 11:28-29 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. എന്തുവായാലും ഈ പ്രാവശ്യത്തെ EGയുടെ ഇലക്ഷന് മത്സരിക്കണം. ഓവർസിയർ ആയില്ലെങ്കിലും കൗൺസിലെങ്കിലും നിൽക്കാം. പ്രൈസ് ലോർഡ്. എല്ലാവരും ബൈബിൾ എടുത്ത് നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 16:6. എല്ലാവരും എടുത്തോ? അളവുതോൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. 1 Timothy 4:14-16 മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായ നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവരും പ്രസിദ്ധമായി തീരേണ്ടത് ഇത് കരുതുക. ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഇതൊക്കെ തന്നെ ഞാൻ പ്രസംഗിക്കുകയും ചെയ്യും. എത്ര നേരമായി ഇവിടെ കുത്തിയിരിക്കുന്നു. രണ്ടും ഓരോ സൈഡിൽ ഇരിക്കുക. പ്രാർത്ഥിക്കാൻ വരണമെന്ന് യാതൊരു ബോധവും ഇല്ല. പിള്ളേരെ ഇവിടെ വരാൻ. അമ്മയുടെ ഒരു
ഇരിക്കുമല്ലോ, ബൈബിൾ എന്തേ? മത്തായി 6:31 മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആർക്കും ബൈബിളൊന്നും വേണ്ട. അതൊക്കെ ഒരു കാലം. ആർക്കും വേണ്ടാത്ത ബൈബിള് എനിക്ക് വേണം. ഈ ബൈബിളാ എന്നെ ഇത്ര നാൾ കൊണ്ടുവന്നത്. ഒരു കാലത്ത് ഇനി തഴയപ്പെടുന്ന വേദപുസ്തകം മാറോട് മുറുക്കി ചേർത്ത് പിടിച്ച് നടന്നൊരു കാലം നമുക്ക് മുൻപുണ്ടായിരുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അഭിമാനത്തോടെ ധൈര്യത്തോടെ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച ഒരു കാലം, ഒരു നാണവും ഇല്ലാതെ എല്ലായിടത്തും കൊണ്ടു നടന്നൊരു കാലം. ഇന്ന് അതിന്റെ നീളവും വീതിയും നോക്കിയാണ് നാം ഇന്ന് ഉപയോഗിക്കുന്നത്. പ്രസംഗ വേദികളിൽ ടാബും മൊബൈൽ ഫോണുമാണ് ബൈബിൾ. പ്രശ്നം വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ അതിന്റെ പരിഹാരം നമ്മുടെ അടുത്ത് തന്നെ ഉള്ളപ്പോൾ, അത് നമുക്കൊരു പ്രത്യാശ തരുമ്പോൾ നമ്മൾ പലപ്പോഴും മനുഷ്യരിലും മറ്റെന്തെങ്കിലും ആശ്രയിച്ച് പോകുന്നു. അടുത്തൊരു തലമുറ ഇതിന് വ്യത്യസ്തമായി എഴുന്നേൽക്കാൻ അതിനായി പ്രാർത്ഥിക്കാം. നന്ദി.